ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശ്വനാഥൻ്റേത് കൊലപാതകമാണെന്നും തൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് തന്നെ ചെറുപ്രായത്തിൽ വിധവ ആക്കിയതും എന്നറിഞ്ഞതോടുകൂടി തന്നെ മഞ്ജുവിനെ പോലെ തന്നെ ദുർഗയ്ക്കും ഞെട്ടിക്കുന്ന മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉണ്ണി വാമനെ ജയിലിൽ കാണാൻ ചെന്ന സമയത്ത് അയാൾ ഒരു കള്ളക്കഥ പറഞ്ഞ് ഉണ്ണിയെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഉണ്ണി അത് ദുർഗയോട് പറഞ്ഞിട്ട് പോലും ദുർഗയുടെ മനസ്സിന് ഒരിളക്കവും തട്ടുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് നിന്റെ അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു എന്നും തുടർന്ന് അയാൾ തന്നെ അറിയിച്ച കാര്യങ്ങൾ മുഴുവൻ ദുർഗ ഉണ്ണിയോട് തുറന്നു പറയുന്നു. അതുകൊണ്ട് അയാൾ നിന്നോട് പറഞ്ഞതെല്ലാം വെറും നുണയാണ് മോനെ. അന്ന് വിശ്വേട്ടൻ്റെ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് വാമദേവൻ്റെ ശാപം കൊണ്ടാണ് വിശ്വേട്ടന് അങ്ങനെ സംഭവിച്ചത് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോഴാണ് അതിന് പിന്നിൽ വാമദേവൻ എന്ന നിന്റെ അമ്മാവൻ്റെ കൊടും ക്രൂരതയാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നീയും കണ്ണനെയും ലക്ഷ്മി മോളെയും സ്നേഹിച്ചു തുടങ്ങണം എന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് അതൊന്നും കേട്ടിട്ടും ഒരു മനസ്സുമാറ്റവും ഉണ്ടാകുന്നില്ല. അച്ഛൻ പോയി ഇനി അച്ഛൻ്റെ പേരിൽ കിട്ടാൻ പോകുന്ന നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് ഉണ്ണി പറയുമ്പോൾ, ആ പണം നമുക്ക് വേണ്ട മോനെ. ആ പണം കൊണ്ട് നീ എന്ത് ചെയ്താലും നിൻ്റെ ജീവിതം രക്ഷപ്പെടില്ല. നിൻ്റെ അച്ഛൻ്റെ ജീവനേക്കാൾ മൂല്യം ഒരു പണത്തിനും സ്വത്തിനും ഇല്ല. വിശ്വേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ സ്വഭാവം പോലും ഇങ്ങനെ ആവില്ലായിരുന്നു എന്നും ദുർഗ പറയുന്നു. എന്തായാലും ദുർഗയുടെയും മനംമാറ്റം കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഒന്നടങ്കം വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനിടയിൽ കരുണയും കണ്ണൻ്റെ കൈയും കാലും പിടിച്ച് കമലേശ്വരത്തെ കയറി പറ്റിയിട്ടുണ്ടല്ലോ. തൽക്കാലം അനുനയത്തിൽ നിന്നിട്ട് അവസരം വന്നാൽ എല്ലാവരോടും പ്രതികാരം തീർക്കാൻ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് കരുണ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ തൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു എന്നും കഴിഞ്ഞ പോയ സംഭവങ്ങൾ തന്നെ അത്രത്തോളം തളർത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ബോധിപ്പിച്ചില്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കരുണയ്ക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, അച്ഛൻ്റെ കേസിന് വേണ്ടിയിട്ടും നല്ലവളായി എന്ന് തന്നെ അഭിനയിക്കണം. കണ്ണേട്ടനെ ഇനിയും ചൊടിപ്പിച്ച് നിർത്തിയാൽ കണ്ണേട്ടൻ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നും മാത്രമല്ല, അന്നത്തെ അപകടത്തിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നും അറിയാം. അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റാലും ആ കാശ് കൊടുക്കാനായിട്ട് തികയില്ല. അതുകൊണ്ട് തന്നെ ഇത് കരുണയുടെ വെറും ഒരു ചതിനാടകമാണെന്നും അവസരം ഒത്തുവന്നു കഴിഞ്ഞാൽ കരുണ തനി സ്വഭാവം പുറത്തെടുക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇതിനിടയിൽ മഞ്ജുവിനാണെങ്കിലും ദുർഗയെ പൂർണ്ണമായിട്ട് വിശ്വാസം വന്നിട്ടില്ല. അമ്മ ഇപ്പോൾ കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി സ്നേഹം അഭിനയിച്ച് നിന്നുകൊണ്ട് അമ്മ കണ്ണേട്ടൻ്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുക്കുമോ? മാത്രമല്ല, ഏട്ടത്തി ഇനി കുഞ്ഞിനെയും കൊണ്ട് വരാൻ പോവുകയാണ്. ആ കുഞ്ഞിനെയും അപായപ്പെടുത്താനായിട്ട് അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി മഞ്ജുവിനെ ഓരോ നിമിഷവും പേടിപ്പിക്കുന്നുണ്ട്. സ്വത്തിനോടും പണത്തിനോടും മാത്രം സ്നേഹിക്കുന്ന അമ്മ ഒരിക്കലും മാറില്ല എന്നും മാത്രമല്ല, വാമദേവൻ എന്ന അമ്മാവൻ്റെ പെങ്ങളായ അമ്മയ്ക്ക് അതേ സ്വഭാവം തന്നെയാണെന്നും കണ്ണേട്ടനെയും ഏട്ടത്തെയും എതിർത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചതിയിലൂടെ അവരെ ഇല്ലാതാക്കാം എന്നായിരിക്കും അമ്മ കരുതുന്നത് എന്നൊക്കെ മഞ്ജു ഇങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സാഗറിനോടായിട്ട് മഞ്ജു ഇതെല്ലാം പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഒരു പക്ഷേ നിൻ്റെ അമ്മയുടേത് ശരിയായ മാറ്റം തന്നെയാണെങ്കിലോ, നിൻ്റെ അച്ഛനെ അവർ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചിരുന്നത്. മാത്രമല്ല, കണ്ണൻ സാറിനെയും നിൻ്റെ അമ്മ സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കിയിരുന്നത്. വാമദേവൻ എന്ന ദുഷ്ടൻ്റെ വാക്ക് കേട്ടാണല്ലോ നിൻ്റെ അമ്മ മാറിയത്. ഞാൻ മാറാൻ തീരുമാനിച്ച സമയത്ത് ആർക്കും അതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരുന്നില്ലല്ലോ എന്നെല്ലാം സാഗർ പറയുന്നുണ്ട്. എന്നാലും സാഗരേട്ട, അമ്മ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്നേഹം അത് സത്യമാണോ അതോ അമ്മ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ഇങ്ങനെയൊരു നീക്കമെന്ന് നമുക്കറിയണം. അതിന് അമ്മയെ നമ്മൾ പരീക്ഷിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലെ പദ്ധതി എന്താണെന്ന് മഞ്ജു സാഗറിനെ അറിയിക്കുന്നു. അങ്ങനെ മഞ്ജു ദുർഗയുടെ ആ മാറ്റം സത്യം തന്നെയാണോ എന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കമലേശ്വരത്ത് എത്തുന്നു. മഞ്ജു ആണെങ്കിൽ പഴയതുപോലെയല്ല, ദുർഗയോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത്. ദുർഗയ്ക്കും തൻ്റെ മോള് തൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. കരുണയും മഞ്ജുവിൻ്റെ അടുത്ത് വഴക്കിനൊന്നും പോകാതെ അടങ്ങി ഒതുങ്ങി തന്നെ നിൽക്കുന്നു. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം അവൾക്ക് ഉണ്ടാക്കി നൽകുന്നുണ്ട്. മഞ്ജു അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ മഞ്ജുവിന് വയറിനൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ദുർഗ അത് കണ്ട് വല്ലാതെ തന്നെ വെപ്രാളപ്പെടുന്നു. ദുർഗയാണെങ്കിൽ എന്ത് പറ്റി മോളെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വല്ലാതെ തന്നെ പാനിക്കാവുന്നുണ്ട്. കണ്ണൻ മോനെ വിളിക്കാം, മോനെ വിളിച്ച മോളെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അമ്മയും മോളോടൊപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും കണ്ണനെ വിളിക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം മഞ്ജു ദുർഗയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ, അമ്മ എന്നെയും കണ്ണേട്ടനോടും ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ അമ്മയുടെ ഈ മാറ്റം സത്യസന്ധമാണോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചതാണെന്നും എനിക്കൊന്ന് വയ്യാതായപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് ആ ടെൻഷനിൽ നിന്ന് തന്നെ അമ്മയുടെ മാറ്റം സത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അമ്മ. ഇനി ഞാൻ ഒരിക്കലും അമ്മയെ സംശയിക്കില്ല.
കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ദുർഗയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും ഇത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ദുർഗ മഞ്ജുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ഈ ഒരു കിഴലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്